പാസ്ത ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ വിചാരിക്കുന്നത് ഇത്ര കാലമായിട്ട് ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്യാതിരുന്നതെന്ന്. ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് എൻ്റെ ഒരു വേ ഓഫ് മെത്തേഡിലാണ്. അപ്പോൾ ഒട്ടും ലേറ്റ് ആക്കണ്ട, വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള എഗ്ഗ് ബോയിൽ ചെയ്യലാണ്. ഞാനിവിടെ 5 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇതിവിടെ കിടന്നൊന്ന് ബോയിലാവട്ടെ. നമുക്ക് ആ സമയം കൊണ്ട് നമുക്കൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കാം. ഇനി വേണ്ടത് ബട്ടറാണ്. ഒരു ചെറിയ സൈസിലുള്ള ബട്ടർ കൂടി ആഡ് ചെയ്യാം. ഇനി വേണ്ടത് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവോളയാണ്. ഞാനിവിടെ 3 വലിയ സൈസിലുള്ള സവോളയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല നേരിയതായിട്ട് കട്ട് ചെയ്യണമെന്നില്ല, ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒന്നങ്ങ് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് ആഡ് ചെയ്യണം. ഞാനിവിടെ വറ്റൽ മുളക് ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. എരിവ് വലിയ ഇഷ്ടമില്ല, താല്പര്യമില്ലാത്തതിനെ കൊണ്ടാണ് ഇത്രയും എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. നമ്മൾ സവോള എടുത്ത അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ തക്കാളിയും എടുത്തിട്ടുള്ളത് കേട്ടോ. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റി അങ്ങ് എടുക്കാം കേട്ടോ. ശേഷം നമ്മുടെ ഒരു കറിക്ക് ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആഡ് ചെയ്യുന്നത് കാഷ്യൂസാണ്. ഞാനിവിടെ 10-15 കാഷ്യൂസാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി അങ്ങ് വഴറ്റിയിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. നമുക്കിത് അരച്ചെടുക്കേണ്ടതാണ്. അതിനെക്കൊണ്ട് തന്നെ ചൂട് പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് പാസ്ത കുക്ക് ചെയ്തെടുക്കലാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പാസ്ത 500 ഗ്രാമാണ്. അപ്പം അതിനനുസരിച്ചുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ, പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് തിളക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഈ സമയം നമ്മൾ നേരത്തെ ചൂട് പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായില്ലേ മസാല, അതിവിടെ ചൂടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എടുത്തിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടി മിക്സീൻ്റെ ജാറിലേക്ക് അതൊന്ന് ആഡ് ചെയ്യാം. ഇനി ഇത് നല്ല ഫൈനായിട്ട് അരച്ചിട്ടെടുക്കാം. നമ്മുടെ പാസ്തക്ക് വെച്ചിട്ടുള്ള വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയം ഞാനിതിലേക്ക് പാസ്ത ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 99% വരെ നമുക്കതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അത് കുക്കാവുന്ന സമയത്ത് നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടി ചെയ്തിട്ടെടുക്കാം. അപ്പം നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ളത് നമുക്കതൊന്ന് എന്താ പറയുക, ഒരു പാത്രത്തിലേക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സെയിം പാത്രത്തിൽ തന്നെ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ തിള നന്നായിട്ട് വരുന്നുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് ആഡ് ചെയ്യുന്നത് ഗരം മസാലയാണ്. ഒരു ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. പിന്നെ കാശ്മീരി ചില്ലി ആണെങ്കിൽ അത്രയും നല്ലത്. എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ലായിരുന്നു. അതിനെക്കൊണ്ട് തന്നെ ഞാൻ സാധാരണ മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. അത് കളറ് പോരാ. അപ്പം എരിവ് കൂടുന്നതിനെ കൊണ്ട് തന്നെ ഞാൻ കുറച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കസൂരി മേത്തിയാണ്. അതും ഒന്ന് പൊടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറാണ് ഈ കസൂരി മേത്തി ആഡ് ചെയ്യുമ്പം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉപ്പാണ്. അത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായില്ല. നേരത്തെ സോൾട്ടഡ് ബട്ടർ യൂസ് ചെയ്തതിനെ കൊണ്ട് തന്നെ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഫ്രഷ് ക്രീമാണ്. അയ്യോ, വെള്ളമാണല്ലോ വരുന്നത് മൊത്തം. അപ്പോൾ ഫ്രഷ് ക്രീം കുറച്ച് പാടാണ് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, സെറ്റ്. അപ്പോൾ ഓക്കെ, ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയമാണ് നമ്മുടെ എഗ്ഗ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ നേരത്തെ ബോയിൽ ചെയ്തിട്ടുള്ള എഗ്ഗ് എടുത്തിട്ടുണ്ട്. അത് ഒരെണ്ണം ഞാൻ 4 പീസായിട്ടാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പം അത് ഓരോന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. നമ്മുടെ ആ ഒരു എഗ് യോക്കൊക്കെ ഇതിൽ നന്നായിട്ട് എന്താ പറയുക, കലങ്ങി പോകണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി ഈ സമയം നമ്മുടെ പാസ്ത ഇവിടെ സെറ്റായിട്ടുണ്ട്. അത് ഇതിലേക്ക് കുറച്ച് വെള്ളത്തോടു കൂടി തന്നെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മൊസറല്ല ചീസ്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഈ ഒരു പാസ്തക്ക് നല്ലൊരു ടേസ്റ്റ് തരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കണ്ടറിഞ്ഞ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ
ഒന്ന് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യാം. ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോഴാണ് നല്ലോണം മെൽറ്റായി വന്നത്. അപ്പോൾ നമ്മുടെ ചീസി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ, ബൈ.